നിങ്ങൾ ശരിക്കുണ്ടാവും ഞാൻ ഈ ഇടുങ്ങിയ വഴി കൂടി എങ്ങോട്ടാണ്. വഴി മാത്രമേ ഇടുങ്ങിയതുള്ളൂ. ആ വഴി കടന്ന് അപ്പുറം കടന്നാ പിന്നെ ലോകമാ. അപ്പോൾ ആ ലോകം കാണാം, വാ പോര്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. ഈ പാലത്തിന് അപ്പുറം കടന്നാൽ പിന്നെ വിശാലമായ ലോകമാണ്. അത് കണ്ടില്ലേ, വൈക്കം ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ്. നല്ല ഉച്ചഭക്ഷണം, പിന്നെ കുറച്ചധികം ആക്ടിവിറ്റീസ്, പിന്നെ കുറേ കാഴ്ചകൾ. അങ്ങനൊരു ലോകം, അങ്ങനൊരു പർദീസ. കമൺ ഗൈസ്. Wait. Don't move. സാറേ, നമുക്ക് 12 ടൈപ്പ് ഗെയിമുകളാണ് ഉള്ളത്. അപ്പോൾ 3 ടൈപ്പ് പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് അനുസരിച്ച് ഗെയിംസിന് വ്യത്യാസമുണ്ട്. ഈ 12 ടൈപ്പ് ഗെയിംസ് ഉണ്ട്. അതിന് പല ടൈപ്പുകൾ സമ്മാനങ്ങളുണ്ട്. പ്രൈസ് കിട്ടും. 12 ടൈപ്പിന് 12 ഗെയിംസ് ഉണ്ട്. ജസ്റ്റ് മിസ് കേട്ടോ. നമ്മളിങ്ങനെ കോൺഫിഡൻസ് എത്താൻ കാരണം എന്താ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 27 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുള്ളതാണ്, ഫിഷ് ഫാമിംഗ്. അപ്പോൾ വളരെയധികം നോളജ് നമുക്കുണ്ട്. അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അക്വാറിയത്തിൽ ചെല്ലുമ്പോഴും കുറേ കാര്യങ്ങൾ ഫിഷിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം, ആ ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഇങ്ങനെ ആക്കിയത്. ഇവിടെ തുടങ്ങിയിട്ട് 10 വർഷമായി. ഫാം 25 വർഷമായി, ടൂറിസം 10 വർഷം. 10 വർഷത്തിൽ 2 വർഷം 2.5 വർഷം അടഞ്ഞു കിടക്കുമായിരുന്നു. കൊറോണ, പിന്നെ ഫ്ലഡ് നമ്മൾ നല്ലോണം ബാധിച്ചായിരുന്നു. ഫ്ലഡ് വെള്ളം മൊത്തം കയറിയായിരുന്നു. മൊത്തം ഒരാൾ പൊക്കത്തി ഹൈറ്റിൽ വെള്ളമായിരുന്നു. അത് ഒരാഴ്ച ഇങ്ങനെ നിന്നിട്ടാണ് പയ്യനെ താന്നാണ് പോയത്. അപ്പോഴേക്കും ഞങ്ങളുടെ ഒരു 49,000 കരിമീൻ ഉണ്ടായിരുന്നു, എല്ലാം ഇറങ്ങിപ്പോയി. ഇത് കരിയാർ എന്ന് പറയും. മൂവാറ്റുപുഴ റിവറിന്റെ ഒരു ബ്രാഞ്ചാണ്. കായലിലേക്ക് 1.5 കിലോമീറ്റർ പോയ കായലായി. അല്ല, വേമ്പനാട്ട് നേരെ അങ്ങോട്ട് പോയത്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഒക്കെ അവിടെ. ഇവിടുന്ന് ഷിക്കാര ബോട്ടിങ് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവര് വരും, വന്നാൽ ഇവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇത് എത്ര തരം ഐറ്റം ഉണ്ടാവും അക്വാറിയത്തിലിപ്പോ? ഒരു 100 ടൈപ്പ് അലങ്കാര മത്സ്യങ്ങളുണ്ട്. നമ്മളിവിടെ സെയിൽ ഉണ്ടോ? നമ്മൾക്ക് ഇവിടെ സെയിലില്ല. നമുക്ക് വേറെ ഷോപ്പുണ്ട്, അക്വേറിയം ഷോപ്പുണ്ട്, അവിടെ സെയിലുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരിട്ട് അക്വേറിയം, ഇത് നമ്മൾ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇതൊരു നാടൻ ഫിഷാണ്, ഒരു മെഡിസിനൽ ഫിഷാണ്, ഈൽ വർഗത്തിൽപ്പെട്ട ഒരു ഫിഷാണ്. മനഞ്ഞിൽ എന്ന് പറയുന്നത് ചൈനീസ് ലക്കി ഫിഷ്. ഇത് ഭാഗ്യം കൊണ്ടുവരുന്നല്ലേ? അതെ. ഇത് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഐശ്വര്യമാണെന്നാണ് ചൈനീസ് വിശ്വാസം. ഇതാണ് കണ്ടല്ലോ മെയിൻ ആക്ടിവിറ്റി കേട്ടോ. കാരണം നമുക്ക് അതായത് ഇവിടെ കരിമീനും പിന്നെ പിലോപ്പി, അതുപോലെ തന്നെ കുറച്ച് ഐറ്റം വരാൽ, അങ്ങനെ കുറച്ച് മീനാണ് ഈ ഇതിലുള്ളത്, ഈ പോട്ടിൽ. ആ മീനിനെ നമുക്ക് ചൂണ്ട തരും, ചൂണ്ടിട്ട് പിടിച്ച് നമുക്ക് വേണ്ട മീൻ പിടിച്ച് കൊടുത്താൽ ഫ്രൈയോ ഇനി പൊള്ളിക്കലോ നമുക്ക് വേണ്ട പോലെ അവർ ഐറ്റം റെഡി ആയി തരും. അപ്പം 4 ഏക്കർ ചുറ്റി തിരിഞ്ഞ് കറങ്ങി ഇവിടെ എത്തി. അനുദേശി വേർത്ത് കുളിച്ചു, നടന്ന് ക്ഷീണിച്ച്, എല്ലാ ഗെയിമും തോറ്റു അന്തസ്സായിട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഐറ്റം? നല്ല വിശപ്പുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കരിമീൻ പൊള്ളിച്ചും ബ്രെഡ് സാലഡ് ഫസ്റ്റ് കോഴ്സ്. അങ്ങനെയാണ്. ഓക്കെ, കരിമീൻ നമ്മൾ ഊണിന്റെ ഒപ്പം അങ്ങനെ കൊടുക്കൂല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അത് മാത്രമായിട്ട് കഴിക്കണം കരിമീൻ. പിന്നെ രണ്ടാമത് മുള്ള്, ഇതാകുമ്പോ സൂക്ഷിച്ച് കഴിച്ചോളൂ എല്ലാവരും. കരിമീൻ കഴിക്കുമ്പോൾ കാലിനെ ഓർക്കണം എന്ന് പറയും. അതന്നെ കറക്റ്റ്. ഇതാണ് സ്റ്റാർട്ടർ അല്ലേ? അതെ, കരിമീൻ പൊള്ളിച്ച് കഴിക്കാറുണ്ടല്ലോ എല്ലായിടത്തും ചെല്ലുമ്പോ. നമ്മൾക്കൊരു വ്യത്യാസമുണ്ട്, കഴിച്ചിട്ട് തീറ്റയാണ് പരിപാടി. നാരങ്ങ ഒന്ന് പിഴിയണേ. അപ്പൊ ചേച്ചി എന്നെ വെല്ലുവിളിച്ചേക്ക് കേട്ടോ, എന്താ വ്യത്യാസം നോക്കാൻ വേണ്ടിട്ട്. ഞാൻ കണ്ടെത്തിയ വ്യത്യാസം ഭയങ്കര സോഫ്റ്റാ, ജ്യൂസി. എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യാറില്ല. നമ്മൾ ഇതൊക്കെ പെരട്ടിയിട്ട്
ആ വാഴയില മടക്കി വെച്ച് ആ വാഴയിലയുടെ ആ ആവിയിലാണ് ഇത് വേവുന്നത്. അപ്പൊ ഇത്രയും ഐറ്റം 400 രൂപ പാക്കേജിൽ 400 രൂപയിൽ ഈ ഐറ്റം കാണത്തില്ല, സ്പെഷ്യൽ ആയിട്ട് വെച്ചാണ്. ഓക്കെ, മീൻകറി ഉണ്ടാവും. മീൻകറി ഉണ്ടാവും. സംഗതി എന്തായാലും ഒരു 400 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തകർത്തടിച്ചു പോകാം. 400, 600, 1250. 1250. 1250 കരിമീൻ പൊള്ളിച്ചത് എല്ലാം ഉണ്ട്. ആ, പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ നമ്മളെ ആൾക്കാർക്ക്. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വൈക്കം കുമരകം അല്ലെങ്കിൽ വൈക്കം ആലപ്പുഴ പോകുന്ന റോഡ്, വൈക്കത്തുനിന്ന് 2 കിലോമീറ്റർ മാറിയ തോട്ടകം. കുമരകം തോട്ടകം. അതെ, കുമരകം വരെ എത്തണ്ട, വൈക്കത്തുനിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ മാറിയാൽ മതി കുമരകം റോഡിൽ. ഓക്കെ, കുമരകം ഇവിടുന്ന് 15 കിലോമീറ്റർ. പിന്നെ പള്ളത്തി ഇതെല്ലാം ഉണ്ട്. കഴിച്ചിട്ട് ഞാൻ വല്ല വിട്ടേക്കും. അപ്പം അന്വേഷണ നമ്പർ ഞാൻ കൊടുക്കാം. ഫ്രീ ആകുമ്പോൾ ഇറങ്ങിക്കൂടാം. പിന്നെ എൻ്റെ കമ്മീഷൻ മാറ്റി വെക്കണം, മറക്കരുത്. ഓക്കട്ടെ, എന്തായാലും അല്ലേ, ഒരു ടാറ്റ ബൈ എല്ലാവരും. ബൈ ബൈ. ബൈ.